ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പപ്പടം കൊണ്ട് തയ്യാറാക്കാവുന്നൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നൊരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ ഇങ്ങനെ നീളത്തിൽ ആദ്യം കട്ട് ചെയ്യുക. പിന്നെ ഓരോന്നും 2-3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ 10 പപ്പടവും കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പപ്പടം വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ പപ്പടം നന്നായിട്ട് വറുത്തെടുക്കണം. അതുപോലെ പപ്പടം വറുത്തെടുക്കുമ്പോൾ ഈ പപ്പടം ഒത്തിരി ബ്രൗൺ നിറമാവാതെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇട്ട ഉടനെ തന്നെ നമ്മൾ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം. ആ പപ്പടമൊക്കെ ഒന്ന് പൊങ്ങിയതിന് ശേഷം കോരിയെടുക്കണം. അതുപോലെ പപ്പടം വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ വലിയ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ പപ്പടം ഒരു ബ്രൗൺ കളറായി പോവും. അപ്പോൾ അതിന് മുമ്പായിട്ട് എണ്ണ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ പപ്പടവും കൂടി വറുത്ത് കോരണം. ഇനി വറുത്ത് കോരിയ പപ്പടം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുക. ഇനി പപ്പടം മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. നമ്മുടെ ഉണക്കമുളക് ചെറുതായിട്ട് ചതച്ചതില്ലേ, അതാണ് ഇവിടെ ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ തോരനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉണക്കമുളക് ചതച്ചതും ചെറുള്ളിയും കൂടി വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പപ്പടം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പടം നേരത്തെ വറുത്ത് വെച്ചതാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പപ്പടം മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.